നമസ്കാരം, ഞാൻ ഡോക്ടർ അർജുൻ, കൺസൾട്ടന്റ്, ചെങ്ങമ്പള്ളി റെമേഡിയൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉച്ചയുറക്കവും ഇൻഡൈജഷനും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ അധികം ആൾക്കാരും ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു നാപ്പ് എടുക്കാറുണ്ട്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊതുവെ അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇൻഡൈജഷൻ കണ്ടിട്ടുള്ളത്. ഇത് രാത്രിയിലും ബാധകമാണ്. രാത്രി ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ ഉറങ്ങുന്നത്. ഇതുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, ദഹനരസം സ്റ്റാർട്ട് ചെയ്തു, കുക്ക് ചെയ്യാൻ തുടങ്ങി, അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ നമ്മളൊരു മിക്സി സിമ്പിളായിട്ട് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രോപ്പർ ആയിട്ട് ഗ്രൈൻഡ് ആവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് മന്ദഗതിയിലാവും. അപ്പൊ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കറക്റ്റ് ആയിട്ട് അബ്സോർബ് ആവില്ല. ഇതിങ്ങനെ പ്രവർത്തനം ലൈറ്റ് ആയിട്ട് സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡൈജഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു നാപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഏത് ഭക്ഷണം ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഇടവേളകളിൽ ഓരോ 45 മിനിറ്റിൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡൈജഷൻ ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രാവിലെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണ്ണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇൻഡൈജഷൻ പോയി കിട്ടും. പിന്നെ ചുക്കുവെള്ളം കുടിക്കാം. അതെല്ലാം ബാക്കി കാര്യങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറോട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതെല്ലാം ഞാൻ പറയുന്നത് അക്യൂട്ട് കേസുകളിലാണ്. ക്രോണിക് കേസുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഷൻ തന്നെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി കിട്ടുക. പിന്നെ ഈ ഇൻഡൈജഷൻ ലീഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു ബെല്ലി എന്ന രീതിയിലൊക്കെ, ഒരു കുടവയർ എന്നൊക്കെ രീതിയിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഫാറ്റ്, നിങ്ങൾ തടിച്ചു എന്നൊക്കെ പറയാൻ രീതിയിലേക്ക് വരാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഉച്ചയുറക്കം മോശമാണെന്നല്ല, ഉറങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ നല്ല അധികമായ കാഠിന്യമായിട്ടുള്ള ഇപ്പൊ ഈ വേനൽ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഉച്ചയുറക്കം കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നും വരില്ല. പക്ഷെ അല്ലാത്ത സമയം ഇപ്പോൾ മഴക്കാലം, അതേപോലെ തന്നെ ഡിസംബറിൽ, അതേപോലെ ജനുവരിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞാൽ ഇരിക്കുക, കൂടുതലായിട്ട് ഇരിക്കുക, കഴിച്ചോണ്ട് തന്നെ കുറെ നേരം ഇരുന്ന് സംസാരിക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം എന്ന് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഡൈജഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. നമസ്കാരം.